ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് അക്സായി വ്ളോഗ്സ്. ഇന്നത്തെ എൻ്റെ യാത്ര തിരുവനന്തപുരം ജില്ലയിലെ പാലോടിനടുത്തുള്ള ബ്രൈമൂറിലേക്കാണ് കേട്ടോ. ഒട്ടേറെ വിനോദസഞ്ചാരികൾ ഇന്ന് വന്നു പോകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ബ്രൈമൂർ. പൊന്മുടി ഫേമസ് ആയതുപോലെ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലം ബ്രൈമൂറാണ്. അപ്പോൾ ബ്രൈമൂറിലേക്ക് പോകുന്ന വഴിയാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ നേരെ പോകുന്നത് മങ്കയം വാട്ടർഫോൾസിലേക്കാണ്. അത് കഴിഞ്ഞാണ് ബ്രൈമൂറിലേക്ക് എത്തുന്നത്. അപ്പോൾ ജോയിൻ വിത്ത് മീ, നമുക്ക് വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കണ്ട് പോകാം. അപ്പോൾ നമ്മൾ നേരെ ചെക്ക് പോസ്റ്റിലെത്തി. ചെക്ക് പോസ്റ്റിൽ പേയ്മെൻറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് പോകാൻ. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് കേട്ടോ വിസിറ്റിംഗ് അവേഴ്സ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ 2 വീലർ, കാർ എല്ലാത്തിനും പ്രത്യേക പേയ്മെൻറ്റ്സ് ആണ്. ഓൾമോസ്റ്റ് ഒരു 1.5 കിലോമീറ്ററോളം ട്രക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ പീക്ക് പോയിന്റിലെത്തുക. അതിനുള്ളിലേക്ക്, വാട്ടർഫോൾസിന് ഉള്ളിലേക്ക് ഇറങ്ങുന്നത് ഇപ്പോൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, നല്ല കുത്തൊഴുക്കുണ്ട്. അപ്പോൾ അത് വെർത്ത് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീനറീസ് ആയിരുന്നു, ഒരു ലൈക്ക് എ മൂവി പോലെ. നല്ലൊരു ക്ലൈമറ്റ് ടൈമിലാണ് കേട്ടോ നമ്മൾ പോയത്. അതായത് മഴ, ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പോകുന്ന വഴികളും ഇറങ്ങുന്ന വഴികളും ഒക്കെ ലൈക്ക് ഇങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ അതൊരു ഫ്രണ്ട്സ്, ആ ഒരു ഗ്യാങ് സർക്കിൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരോടൊപ്പം നമ്മളത് എൻജോയ് ചെയ്ത് പോയി വരാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ മങ്കയം വാട്ടർഫോൾസ് കണ്ടിറങ്ങിയിട്ട് പിന്നെ നേരെ പോകുന്നത് പിന്നെയും കുറച്ച് ഉള്ളിലേക്ക്, ഒരു 4-5 കിലോമീറ്റേഴ്സ് ഉള്ളിലേക്ക് പോയാൽ ബ്രൈമൂറിലെത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ആക്ച്വലി നമ്മൾ നല്ല ഉൾവനത്തിലേക്കായിരുന്നു കേട്ടോ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ വിഷ്വൽസ് ഒക്കെ കണ്ട് അതിൻ്റെ ആ ഒരു മൂഡിലങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഓപ്പോസിറ്റൊക്കെ വണ്ടിയും വരുന്നുണ്ട്, അപ്പോൾ എല്ലാവരും ഉണ്ടെന്നുള്ളൊരു ധൈര്യത്തിലായിരുന്നു കേട്ടോ ബാക്കി യാത്ര. ബ്രൈമൂറിന് ഉള്ളിലേക്ക് പോകാൻ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. അതിനുള്ളിലേക്ക് നമുക്ക് നമ്മുടെ വാഹനത്തിൽ തന്നെ പോകാൻ പറ്റും. ഓൾമോസ്റ്റ് ഒരു 7 കിലോമീറ്റേഴ്സ് ഒരു റൈഡ് വരുന്നുണ്ട്. നേരെ പോയത് ബ്രൈമൂർ ബംഗ്ലാവിലേക്കാണ്. പണ്ട് ബ്രിട്ടീഷുകാർ പണിത
ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച ഒരു ബംഗ്ലാവ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അത് വിസിറ്റ് ചെയ്തു. അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഒന്നും ഇല്ലാതെ താമസമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്, നമ്മൾ പുറമേ കണ്ടു വരാനേ പറ്റുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടൊരു ടീ പ്ലാന്റേഷൻ ഉണ്ട്, ദെൻ എക്കോ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ മഴ കുറച്ചൊന്ന് കടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടേക്കുള്ള എൻട്രി തൽക്കാലം ഇല്ലാതെ തോന്നുന്നു, അവർ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ചുറ്റും നടന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. വിഷ്വൽസൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ആ കോട നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ നല്ല ഭംഗിയായിട്ട് ആ മഞ്ഞ് ഇറങ്ങുന്നത് നമുക്ക് കാണാമായിരുന്നു. ഓൾമോസ്റ്റ് നമ്മൾ ആ പൊന്മുടിയുടെ ഒരു താഴ്ഭാഗം നിൽക്കുന്ന ആ ഒരു ഫീല് തന്നെയായിരുന്നു കേട്ടോ കിട്ടിയത്. Waves of a calm blue sky, where dreams take wings and learn to fly. Oh, ശരിക്കും gentle echoes of time's embrace. Each shadow ഓൾമോസ്റ്റ് ഒരു ഉച്ചയ്ക്ക് 1 മണി 2 മണി സമയത്തായിരുന്നു ഞങ്ങളിവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ക്ലൈമറ്റ് കണ്ടാൽ അത് നിങ്ങൾക്ക് തീരെ ഫീൽ ചെയ്യില്ല കേട്ടോ. ഞങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരുന്നു. നല്ല തണുപ്പും കോടയും ചെറിയൊരു മഴയും, അത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റിലായിരുന്നു കേട്ടോ നിന്നത്. ഒരുപാട് മഴയാണെങ്കിലും നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വരുന്നവർ പ്ലാൻ ചെയ്യുമ്പോൾ അങ്ങനെ ആയിരിക്കണം. ഒരുപാട് ജൂലൈ ഒക്കെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നല്ല മഴയും ചിലപ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടാവും. ഇതൊരു ബെറ്റർ ടൈം തന്നെയായിരുന്നു. ബംഗ്ലാവ് ഒക്കെ വിസിറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് പെർമിഷൻ ഇല്ല, പുറത്തൊക്കെ നടന്ന് കണ്ടു. ചന്തു പറഞ്ഞു വരത്തവിടെ ഷൂട്ട് ചെയ്തേ എന്ന് പറയപ്പെടും, നമുക്ക് നോക്കാം, കൺഫേംഡ് അല്ല. പിന്നെ ശരിക്കും ഒരു എന്താ പറയുക, നല്ല ഉൾവനത്തിലാണ് നമ്മളിപ്പം. ചുറ്റുപാട് മൊത്തവും നല്ല ഹൈറ്റിലുള്ള മരങ്ങളും പിന്നെ വെള്ളച്ചാട്ടവും ചെറിയ മഴയും ഉണ്ട്. അങ്ങനത്തെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് മല ഇറങ്ങാൻ പോവുകയാണ്. ഈ ഓൺ ദ വേയിൽ തന്നെ വേറെ സ്റ്റേ ആൻഡ് അക്കോമഡേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മുന്നേ ബുക്ക് ചെയ്യുന്നവർക്ക് അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ട്രക്കിംഗ് ഒക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനുള്ള സ്കോപ്പും കാണുന്നുണ്ടായിരുന്നു. ഒരുപാട് പേര് ആ ഒരു വേയിൽ വരുന്നുണ്ട് കണ്ടു. അങ്ങനെ കോടയൊക്കെ കണ്ട് ഭംഗിയായി എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങൾ മെല്ലെ തിരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാര്യം മഴ ചെറുതായിട്ട് കടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വഴിമാർഗം തടസ്സപ്പെട്ടാൽ ഞങ്ങൾക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓൾറെഡി കാറിൽ വന്നതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ടായിരുന്നു. 2 വീലേഴ്സ് ആയിരിക്കും എനിക്ക് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു ട്രാവലിങ്ങിന്. നിങ്ങൾക്ക് ഉള്ള ഏരിയയിലേക്ക് ഒന്നുകൂടെ എക്സ്പ്ലോർ ചെയ്യാൻ അത് നന്നായിരിക്കും. അപ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് എപ്പിസോഡ്. സീ യു നെക്സ്റ്റ്. ബൈ.